ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എടക്കൽ ഗുഹയുടെ അവസാന കവാടത്തിൽ ഏറ്റവും ടോപ്പിൽ ഇതിലാണ് പഴയകാല ലിപികളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള പാറകൾ. ഇതാണ് വരുന്ന എൻട്രൻസ്. चला 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 ഏറ്റവും മുകളിലേക്കുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഒഴിവാക്കി വേറെ പാറ പിടിക്കും. ഈ ഗുഹ കണ്ടെത്തുന്നത് 1894 അവിടുത്തെ മലബാറിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡറിക് പോസറ്റ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരനാണ്. സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരത്തിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അവിടെ രണ്ട് എഴുത്തുഭാഷയുണ്ട്, തമിഴ് ബ്രാഹ്മിയും പ്രാകൃത സംസ്കൃതവും. അത് തമിഴ് ബ്രാഹ്മി വായിക്കുന്നത് ഇങ്ങനെയാണ്: പലപുരി താണത്തക്കാരി വെട്കോമലൈ പാണക്കജം നന്ദു ചാത്തി എന്നാണ് വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം പല പുലികളെ കൊന്നൊടുക്കിയ ഒരു ക്ലോട്ടർ രാജാവ് ഈ മലയിൽ വന്നിരുന്നു എന്നാണ് അർത്ഥം പറഞ്ഞത്. അത് 2000 വർഷമാണ് പഴക്കമുള്ളത്. രണ്ടാമത്തെ പ്രാകൃത സംസ്കൃതമാണ്. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: ശ്രീ വിഷ്ണുവർമ്മനാഹ കുടുംബിയ കുലവർദ്ധനസ്യ ലിഖിതമാണ്. കുടുംബിയ ഗോത്രത്തിന്റെ പിന്തുടർച്ചക്കാരനായ വിഷ്ണുവർമ്മനാൽ എഴുതപ്പെട്ട ലിഖിതമെന്നാണ്. അങ്ങനെ രണ്ട് എഴുത്ത് ഭാഷയാണ് 2000 വർഷം പഴക്കമുള്ളത്. ചിത്രങ്ങൾക്ക് എല്ലാവരും 6000 വർഷങ്ങളിൽ പഴക്കമുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണ് ഇതൊരു ഗോത്ര രാജാവാണ്. രണ്ട് കൈ വൈദ്യുതി തലപ്പാടി കണ്ടോ, രണ്ട് കൈ ഇങ്ങനെ വൈദ്യുതിച്ചിരുന്നു. ഒരു തലപ്പാട്ട് വെച്ചിട്ട് ഒരു ഗോത്ര രാജാവ്, അതിൻ്റെ മുൻഭാഗം ഈ പിൻഭാഗം. ഇവിടെ ഒരു മനുഷ്യ മുഖം കാണാം, ഇവിടെ ആരെ കാണാം, രണ്ട് കൊമ്പ് മുമ്പിലെ കൈ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചിത്രങ്ങൾ. അപ്പോൾ ഇതാണ് ഈ അടുത്ത ഗുഹയുടെ ഉള്ളടക്കം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?